പിറ്റേന്ന് മുതൽ സാന്റിയാഗോ ക്ലബിൽ പരിശീലനം ആരംഭിച്ചു. റിസർവ് ടീമിനൊപ്പമായിരുന്നു സാന്റിയാഗോയുടെ പരിശീലനം മുഴുവൻ. പരിശീലനത്തിൽ പലപ്പോഴും മേജർ ടീമിന്റെ കളി സാന്റിയാഗോ വളരെ ഇഷ്ടത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. എന്നെങ്കിലും തനിക്കും ഈ ടീമിൽ ഇടം നേടണമെന്ന് സാന്റിയാഗോ വളരെയധികം ആശിച്ചു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാന്റിയാഗോയുടെ ആരോഗ്യം ചെക്ക് ചെയ്യാൻ ഒരു മെഡിക്കൽ ടീം എത്തി. അവനെ പരിശോധിക്കാൻ എത്തിയത് ക്ലബ് നേഴ്സായ റോസ് ആയിരുന്നു. സാന്റിയാഗോയ്ക്ക് അവളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി. അവളോടടുക്കാൻ സാന്റിയാഗോ നന്നായി ശ്രമിച്ചു. അവനൊരു മെഡിക്കൽ ഫോം പൂരിപ്പിക്കാനായി റോസ് നൽകി. ഫോമിനുള്ളിലെ പല കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ റോസിനോട് അതിനെപ്പറ്റി സാന്റിയാഗോ തിരക്കി. റോസ് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി. ബ്രീത്തിങ് സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന ഫോമിലെ ചോദ്യത്തിന് സാന്റിയാഗോ ഇല്ല എന്ന് മനഃപൂർവ്വം തെറ്റിച്ചെഴുതി. തനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നറിഞ്ഞാൽ തന്നെ ടീമിൽ നിന്ന് പുറത്താകുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു അവൻ ഇങ്ങനെ എഴുതിയത്. അങ്ങനെ പതിവ് പോലെ അവൻ പരിശീലനം തുടർന്നുകൊണ്ടിരുന്നു. അവസരം കിട്ടുമ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് മക്ഗോവൻ സാന്റിയാഗോയെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ അത് കയ്യാങ്കളിയിലേക്ക് വരെ എത്തി. ജാമി എന്ന പ്ലെയർ വന്ന് സാന്റിയാഗോയെ പിടിച്ചുമാറ്റി. അന്നു മുതൽ ജാമിയും സാന്റിയാഗോയും നല്ല സുഹൃത്തുക്കളായി മാറി. വൈകുന്നേരങ്ങളിൽ ജാമിയോടൊപ്പം പബ്ബിലും ബാറിലുമെല്ലാം സാന്റിയാഗോ സ്ഥിരമായി പോയി തുടങ്ങി. ഒരിക്കൽ റോസിനെ സാന്റിയാഗോ ക്ലബിൽ വെച്ച് കണ്ടുമുട്ടി. അവർ വളരെ നേരം പരസ്പരം സംസാരിച്ചു. റോസിന് ഫുട്ബോൾ കളിക്കാരെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല എന്ന് സാന്റിയാഗോയ്ക്ക് മനസ്സിലായി. അവർ പെണ്ണുപിടിയന്മാരും കള്ളുകുടിയന്മാരുമാണെന്നാണ് റോസിന്റെ വാദം. എന്നാൽ റോസിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നാണ് സാന്റിയാഗോയുടെ മനസ്സിൽ. ജാമിയോടൊപ്പം സാന്റിയാഗോ പരിശീലനം തുടർന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ മാച്ചിനിടയിൽ സാന്റിയാഗോ ബോൾ പാസ് ചെയ്യാത്തത് മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവനെ വിളിച്ചു വരുത്തി കൃത്യമായ നിർദ്ദേശങ്ങൾ മാനേജർ നൽകി. ബോളിനെപ്പോഴും നിങ്ങളെക്കാട്ടിലും വേഗത്തിൽ സഞ്ചരിക്കാനാകുമെന്നും അതുകൊണ്ട് തന്നെ പാസ് ചെയ്താണ് കളിക്കേണ്ടതെന്നും മാനേജർ പറയുന്നു. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വേണം, നിങ്ങളുടെ ജേഴ്സിയുടെ മുമ്പിലുള്ള പേരാണ് പുറകിലുള്ള പേരിനേക്കാട്ടിലും വിലപ്പെട്ടത്. സാന്റിയാഗോ അത് ശ്രദ്ധയോടെ കേട്ടുനിന്നു. അവൻ തന്റെ ശക്തമായ പരിശീലനം തുടർന്നു. സമയം എത്ര കഴിഞ്ഞാലും സാന്റിയാഗോ തന്റെ പരിശീലനത്തിൽ ഒരു മുടക്കവും വരുത്തിയിരുന്നില്ല. സാന്റിയാഗോ വളരെയധികം കഷ്ടപ്പെടുന്നത് മാനേജർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ ന്യൂകാസ്റ്റലിലെ റിസർവ് ടീം പ്രസിദ്ധീകരിച്ചു. അതിൽ സാന്റിയാഗോയുടെ പേരും ഉണ്ടായിരുന്നു. റിസർവ് ടീം എന്ന് പറയുന്നത് ഓരോ ക്ലബിന്റെയും സെക്കൻഡറി ടീമുകളായിരുന്നു. തന്നെ സെക്കൻഡറി ടീമിൽ എടുത്തു എന്ന വിവരം സാന്റിയാഗോ ആദ്യമായി പറയുന്നത് തന്റെ പ്രണയിനിയായ റോസിനോടാണ്. റോസ് സന്തോഷത്തോടെ സാന്റിയാഗോയെ ആശംസിച്ചു. ഇതേ സമയം ലോസ് ആഞ്ചലസിലെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ 3 ആഴ്ച കൊണ്ട് തന്നെ സാന്റിയാഗോ ക്ലബിന്റെ റിസർവ് ടീമിൽ ഇടം പിടിച്ച കാര്യം അമ്മൂമ്മ അച്ഛനെ അറിയിക്കുന്നു. പക്ഷെ അച്ഛന് പുച്ഛമായിരുന്നു. അവൻ എന്നോടൊന്നും പറയാതെയാണ് പോയത്, പിന്നെ അവന്റെ കാര്യങ്ങൾ ഞാൻ എന്തിനു കേൾക്കണമെന്നായിരുന്നു അച്ഛന്റെ മറുപടി. അധികം വൈകാതെ തന്നെ റിസർവ് ടീമിന്റെ ആദ്യ കളി വന്നെത്തി. ഇൻഹെയിലർ ശ്വസിക്കാനെടുത്ത സാന്റിയാഗോയുടെ കയ്യിൽ നിന്ന് അത് താഴേക്ക് വീഴുന്നു. ആ വഴി നടന്നു പോവുകയായിരുന്ന മക്ഗോവൻ അത് ചവിട്ടിപ്പൊട്ടിച്ചു. സാന്റിയാഗോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഉടൻ തന്നെ കളി ആരംഭിച്ചു. സാന്റിയാഗോയ്ക്ക് തുടക്കം മുതൽ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ മികച്ചൊരു കളിയും നടത്താൻ അവന് സാധിച്ചിരുന്നില്ല. അവന്റെ അന്നത്തെ പ്രകടനം തികച്ചും മോശമായിരുന്നു.